ഭാഗമാണ് പുതിയ ചട്ടമെന്ന് SFI ആരോപിച്ചു. UGC കരട് ചട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് SFI മാർച്ച് നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ K. രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ED. കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ്. ED നീക്കം കേസന്വേഷണം അവസാനിക്കാനിരിക്കെ. ആറ്റുകാൽ പൊങ്കാലയെ അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. പൊങ്കാല സായുജ്യമടഞ്ഞ് മടക്കം. ഇനി അടുത്ത വർഷത്തെ വരവിനായി കാത്തിരിപ്പ്. ഭക്തർക്ക് മടങ്ങാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി റെയിൽവേയും KSRTC. ആശാസമരത്തിനെതിരെ മുഖപ്രസംഗവുമായി ദേശാഭിമാനി. സമര നേതൃത്വം ആവശ്യങ്ങൾ അടിക്കടി മാറ്റുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം മറച്ചു പിടിക്കുന്നുവെന്നും ആരോപണം. കേന്ദ്ര നയം തിരുത്താൻ യോജിച്ച സമരത്തിന് തയ്യാറാവണമെന്നും ദേശാഭിമാനി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൊങ്കാലയിട്ട് ആശാ വർക്കർമാർ. തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനെ തടഞ്ഞ സംഭവത്തിൽ കേസ്. RSS BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. തുഷാർ ഗാന്ധിയെ തടഞ്ഞതിൽ പ്രതിഷേധം ശക്തം. മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ കടന്നാക്രമണമെന്ന് മുഖ്യമന്ത്രി. ഇന്റർപോൾ നോട്ടീസുള്ള വിദേശ പൗരൻ തിരുവനന്തപുരത്ത് പിടിയിലായത് സൈബർ ക്രിമിനൽ തീവ്രവാദ ലഹരിമരുന്ന് സംഘങ്ങൾക്കായി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയ കുറ്റവാളി. ലിത്വാനിയ സ്വദേശിയെ പിടികൂടിയത് CBIയുടെ നിർദ്ദേശപ്രകാരം. ഗ്യാരൻഡെക്സ് എക്സ്ചേഞ്ച് വഴി 2019 ശേഷം നടന്നത് $96 ബില്യൺ ഇടപാട്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഹെറോയിൻ വേട്ട. 10 ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശികൾ പിടിയിൽ. തൃശൂർ കുന്നംകുളത്ത് ഹാഷിഷ് ഓയിൽ പിടികൂടി എക്സൈസ്. 6 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ചുണ്ടൽകുന്ന് സ്വദേശി പിടിയിൽ. ദളിത് ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന KK കൊച്ച് അന്തരിച്ചു. അന്ത്യം അർബുദ രോഗബാധയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് കേരളത്തിലെ ദളിത് കീഴാള സമൂഹങ്ങൾക്കായി നിരന്തരം ശബ്ദിച്ച വ്യക്തിത്വം. കേന്ദ്രവുമായുള്ള ഭാഷാ തർക്കത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ തിരിച്ചടി. രൂപ ചിഹ്നം ബജറ്റ് പേപ്പറിൽ നിന്ന് DMK സർക്കാർ വെട്ടി. രൂപയെ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദി അക്ഷരം മാറ്റി തമിഴ് അക്ഷരം ഉൾപ്പെടുത്തി. നടപടി കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ പദ്ധതിയോടുള്ള കടുത്ത എതിർപ്പ്. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസും സംഘവും മാർച്ച് 17 തിരിച്ചെത്തും. SpaceX Crew 10 നാളെ വിക്ഷേപിക്കും. വിക്ഷേപണം ഇന്ത്യൻ സമയം രാവിലെ 4:56. ബഹിരാകാശത്ത് പേടകത്തെ വേർപെടുത്തൽ വിജയകരമായി പൂർത്തിയാക്കി ISR. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 8120 രൂപ. പവൻ 64,960 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 6,695 രൂപ. പവൻ 53,560 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. കിലോ 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ആലപ്പുഴ തകഴിയിൽ അമ്മയും മകളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. കേളമംഗലം സ്വദേശി പ്രിയ, മകൾ കൃഷ്ണപ്രിയ എന്നിവരാണ് മരിച്ചത്. തകഴി ലെവൽ ക്രോസിന് സമീപമായിരുന്നു സംഭവം. അമ്പലപ്പുഴ പഞ്ചായത്ത് ജീവനക്കാരിയാണ് മരിച്ച പ്രിയ. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരായ മുഴുവൻ ആളുകളെയും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കൽപ്പറ്റയിൽ കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി. 100 കണക്കിന് ആളുകളാണ് സമരത്തിൽ പങ്കെടുത്തത്. അതേസമയം മുണ്ടക്കൈ ചുരൽമല കർമ്മസമിതികളുമായി റവന്യൂ മന്ത്രി K. രാജൻ ചർച്ച നടത്തി. പരാതികളെല്ലാം കേൾക്കുമെന്നും പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി കർമ്മസമിതി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകി. സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് ജനശബ്ദം കർമ്മസമിതി വ്യക്തമാക്കി.
രക്താർബുദ ചികിത്സയ്ക്കിടെ എയ്ഡ്സ് ബാധിച്ച കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമോ എന്നറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കണം. RCCയിലെ രക്തപരിശോധനാ സംവിധാനത്തിന്റെ ക്ഷമതാ റിപ്പോർട്ടും സർക്കാർ സമർപ്പിക്കണം. തിരുവനന്തപുരം RCCയിൽ രക്തം മാറ്റുന്നതിനിടെയാണ് കുട്ടിക്ക് രക്തത്തിലൂടെ എയ്ഡ്സ് പകർന്നത്. ആലപ്പുഴ സ്വദേശിനി മരിച്ച സംഭവത്തിൽ പിതാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കുട്ടിക്ക് രോഗബാധയുണ്ടായത് ആശുപത്രിയുടെ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിതാവിന്റെ ഹർജി. കണ്ണൂർ ആർളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ആക്രമണത്തിൽ കള്ളുചെത്ത് തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ചെട്ടികുളം സ്വദേശി പ്രസാദിനാണ് പരിക്കേറ്റത്. പ്രസാദിന്റെ നെഞ്ചിലും താടിയലിനും ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റു. ആർളം ഫാം 3-ാം ബ്ലോക്കിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ബുധനാഴ്ച രാത്രി ഏറെ വൈകിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ പരിശോധനയിൽ രാവിലെ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തുകയായിരുന്നു. പരിക്കേറ്റ പ്രസാദിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ. പൂന്തോട്ടത്തിലെ റോഡരികിലെ കാഞ്ഞിര മരത്തിൽ തമ്പടിച്ചവയിൽ 17 വവ്വാലുകളാണ് കഴിഞ്ഞ ദിവസം ചത്തു വീണത്. പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തുവീണത്. ചിലത് മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്തു. ഇതോടെയാണ് സമീപവാസികൾ വനംവകുപ്പിന്റെ വിവരം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പും വെറ്റിനറി ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങൾക്കായി സാമ്പിളുകൾ പൂനെയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമൻകുട്ടി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അമിതമായ ചൂട് മൂലമാവാം വവ്വാലുകൾ ചത്തത് എന്നാണ് ആദ്യ നിഗമനം. കുട്ടികൾ മാത്രമാണ് മരണപ്പെട്ടുള്ളത്. വലിയ പക്ഷികൾക്ക് യാതൊരുവിധ മരണവും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇതിൻ്റെ മരണ കാരണം അറിയുന്നതിന് സാമ്പിളുകൾ ശേഖരിച്ച് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് ആണ് മരണ കാരണം എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയൂ.